ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള നീക്കവുമായിട്ട് ട്രംപ് മുന്നോട്ട് തന്നെ പോവുകയാണ്. അവിടെ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജർമ്മനി ഭയന്ന് പിന്മാറി. ഇപ്പോൾ ട്രംപിന്റെ താരിഫ് കണ്ട് ഈ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതാ റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന പുറത്തു വരുന്നുണ്ട്. റഷ്യയുടെ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് റഷ്യ പറയുന്നത്. അതൊരു വലിയ ഞെട്ടലായിപ്പോയി പല ലോക രാജ്യങ്ങൾക്കും. കാരണം നാറ്റോയ്ക്ക് അതൊരു വലിയ ഞെട്ടലായിപ്പോയി. നാറ്റോ ഈവൻ റഷ്യയെ അനുകൂലിക്കുന്നില്ലെങ്കിലും റഷ്യ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവന നടത്തും എന്ന് നാറ്റോ വിചാരിച്ചു. പക്ഷെ അതൊരു വലിയ ഒരു ഞെട്ടലായിപ്പോയി. പോരാത്തതിന് ഈ വിഷയം, അതായത് ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ ചേട്ടാ? അതായത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ ഞങ്ങൾ എന്ത് പറയാനാണ് എന്നാണ് റഷ്യ പറഞ്ഞ രംഗത്തെത്തിയിരിക്കുന്നത്. പണ്ട് യൂറോപ്പിൽ ആരൊന്ന് തുമ്മിയാലോ ആരൊന്ന് തുപ്പിയാലോ ലോക രാജ്യങ്ങൾ മുഴുവൻ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ലോക രാജ്യങ്ങൾ പ്രസ്താവനകൾ ഇറക്കുന്നു, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നു. ഇന്ന് ഗ്രീൻലാൻഡ് ട്രംപ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ട്രംപ് പിടിച്ചെടുത്തു എന്ന് പറയുന്നു. അവിടെ പതാക വരെ നാട്ടി ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഫോട്ടോ ഇട്ടു. അപ്പോൾ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിട്ടും യൂറോപ്പിനൊരു ഞെട്ടലാണ്. എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങളൊന്നും മിണ്ടാത്തത്? ചൈന മിണ്ടുന്നില്ല. ചൈന പറയുന്നു പൊടെ എന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യ ആണെങ്കിൽ നമുക്കൊരു വ്യാപാര കരാർ ഒപ്പിടാം, നിങ്ങൾ ഇങ്ങ് വരൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഗ്രീൻലാൻഡിനെ കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കുന്നില്ല. റഷ്യ എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് പ്രധാനമായിട്ടും ഇവർ ചിന്തിക്കുന്നുണ്ട്, നാറ്റോ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയെ വരുതിയിൽ നിർത്താം എന്ന് നാറ്റോ വിചാരിക്കുന്നു. അല്ലെങ്കിലും ഇവർക്ക് പണ്ട് മുതലേ ഞങ്ങൾ വലിയ ശക്തരാണ് എന്ന് കാണിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിട്ട് അവർ നേട്ടം കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ റഷ്യയുടെ സെർജിയോ ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാര്യം, ഞങ്ങൾ അതിൽ ഇടപെടാനായിട്ട് ഞങ്ങളില്ല. പക്ഷെ അതിന്റെ മുകളിൽ ഒരു അന്റാർട്ടിക് റീജിയൻ ഉണ്ട്, അത് ഞങ്ങളുടെ കൂടെ കാര്യമാണ്, അതിനകത്ത് ഞങ്ങൾ ഇടപെടും. ഈ ഗ്രീൻലാൻഡ് ട്രംപ് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയും. ഇപ്പൊ ഇത് നാറ്റോ ഒരു പ്രതിരോധത്തിലായിട്ടുണ്ട്. ട്രംപുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് നാറ്റോ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നമ്മുടെ പുള്ളിയുണ്ടല്ലോ ഇമാനുവൽ മാക്രോൺ ട്രംപിന് കൊടുത്ത മുന്നറിയിപ്പാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം എന്നാണ് ഒരു കരച്ചിലോടുകൂടി ട്രംപിനോട് പറഞ്ഞത്. സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പൊ ഉടനെ ട്രംപ് തിരിച്ച് എന്ത് ചെയ്താ അറിയോ ചോദിച്ചേട്ടാ? അങ്ങനെയാണെങ്കിൽ നിനക്കൊരു 200% താരിഫ് ഞാൻ അടിക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് തിരിച്ച് ഇയാളോട് പറഞ്ഞത്. വല്ലാത്തൊരു രസകരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു രീതിയിലോട്ടാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത്. നമ്മളിത് വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന് പറഞ്ഞ് എടുക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം റഷ്യയുടെ നിലപാട് തന്നെയാണ് അവരുടെ കാര്യം അവരുടേതായിക്കൊണ്ട് പോട്ടെ. പണ്ട് വിജയേട്ടൻ അറിയാലോ, ഈ ബ്രിട്ടീഷ് UK, യുണൈറ്റഡ് കിങ്ഡം, ഗ്രേറ്റ് ബ്രിട്ടൻ ലോകം മൊത്തം ഭരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അമേരിക്ക ലോകം മൊത്തം ഭരിക്കുന്ന ഒരു സാഹചര്യം എത്തി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത് ലോകക്രമം മാറി വരുന്നത് കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ വാക്കുകൾക്ക് ഇപ്പം വില കുറഞ്ഞു ഒരു റീജിയണൽ രാജ്യമായിട്ട് അമേരിക്ക മാറുന്നു. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബഹളങ്ങൾ മാത്രം അമേരിക്ക നിയന്ത്രിക്കുന്നതിലോട്ട് എത്തിയിരിക്കുന്നു. മറിച്ച് ഇറാനിലേക്ക് പോലും അമേരിക്ക വരുമ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ശക്തിയില്ല. അമേരിക്ക അടിക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇസ്രായേൽ അടക്കം എന്ന് പറയുന്നുണ്ട് അടിക്കരുത്, അടിച്ചാൽ അവർ തിരിച്ചടിക്കും. ഇത്തവണത്തെ തിരിച്ചടി ഭയങ്കരമായിരിക്കും. പണ്ട് ഇങ്ങനെയൊന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നില്ല. കാരണം അമേരിക്കയുടെ ബേസുകളെ ഒന്നും ആക്രമിക്കാൻ ഇറാൻ തയ്യാറാകുമായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ ഏഷ്യയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയൊക്കെ കൂടെ ചേർന്നാണ്. നിങ്ങൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഇത് എങ്ങനെയാണ് ലോകക്രമത്തെ മാറ്റിമറിക്കുന്നത്? നമ്മളിപ്പോ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ റഷ്യ ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും ചൈന ആയിരുന്നാലും അമേരിക്കയുടെ ഈ ഒരു നീക്കങ്ങളോട് ഒട്ടും നമ്മൾ പ്രതിബദ്ധത കാണിക്കുന്നില്ല. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ. അപ്പൊ ഈ ഒരു നീക്കം ലോകക്രമത്തിന്റെ ആ ഒരു മാറ്റത്തെ, ലോകക്രമം എന്തായാലും മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും റീജിയണൽ ശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റത്തെ എത്രത്തോളം ശക്തിപ്പെടുത്തും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പൊ ധനുഷ് പറഞ്ഞ കാര്യം തന്നെ കുറച്ചാൾക്ക് മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് തന്നെ പറഞ്ഞു. അദ്ദേഹം വിദേശത്തായിരുന്നപ്പോൾ അവിടുത്തെ വിദേശ മാധ്യമപ്രവർത്തകരും അദ്ദേഹവുമായിട്ടുള്ള ആ ഇന്ററാക്ഷനിൽ വിദേശ മാധ്യമപ്രവർത്തകർ പറഞ്ഞു അമേരിക്ക ഇങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്, പിന്നെ റഷ്യയുടെ വിഷയം, പല വിഷയങ്ങളും. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊരു ധാരണയുണ്ട്,
യൂറോപ്പിന്റെ വിഷയങ്ങൾ ലോകത്തിന്റെ വിഷയങ്ങളാണ് എന്ന്. നിങ്ങൾക്ക് വിഷയമില്ല, ലോകത്തിന് വിഷയങ്ങളില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയം ഉണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും ലോകം മുഴുവൻ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യും എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിഷയങ്ങളും കാര്യങ്ങളുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് യൂറോപ്പിൽ ട്രംപ് എന്ത് പറയുന്നു, ട്രംപ് എന്ന പേര് പറഞ്ഞില്ല, അമേരിക്ക എന്ത് പറയുന്നു, മറ്റു രാജ്യങ്ങൾ എന്ത് പറയുന്നു നോക്കി ഇരിക്കുകയല്ല ഞങ്ങളെന്ന് പറയും. അതോടുകൂടി ആ മാധ്യമപ്രവർത്തകന്റെ വാ അടഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അത് തന്നെയാണ് ഇപ്പൊ ധനുഷ് പറഞ്ഞത്. അതായത് ഈ മുമ്പ് ശരിയാണ് പറഞ്ഞത്, അമേരിക്കയിലെ ട്രംപ് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ലോകമാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. ഇന്ന് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം എല്ലാ രാജ്യങ്ങളും അവനവന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യയുടെ വാർത്തയും ഇന്ത്യയുടെ നേട്ടങ്ങൾക്കുമൊക്കെ വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടുന്നതും ജനങ്ങൾ അത് കാണുന്നതും. മുമ്പ് അമേരിക്കയുടെ വാർത്ത ഇടണമായിരുന്നു. ട്രംപ് പുതിയ വണ്ടി വാങ്ങിയാൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു നിറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ കാറിനെ കുറിച്ച് കാണാനാണ്. നമ്മളിപ്പോ ഞാൻ പലപ്പോഴും ഇത് വണ്ടികളുടെ ചാനലുകൾ കാണാറുള്ള ഒരാളാണ്. ഒരു ദിവസം എത്ര ചാനലാണ് വരുന്നത്, അനവധി ചാനല്. ഈ ചാനലിലുള്ള ഈ ബ്ലോഗർമാരൊക്കെ നല്ല പൈസ മുടക്കിയിട്ട് ഗുരുഗ്രാമിലും ചണ്ഡീഗഡിലും ഒക്കെ പോയിട്ടാണ് ടെസ്റ്റ് ഡ്രൈവും ഒക്കെ നടത്തി ഇടുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് മാറുന്ന ഒരു ലോകത്തിൽ ഇപ്പൊ ട്രംപ് ചെയ്താൽ എന്താണ്, ട്രംപ് ചെയ്തില്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ആ ഒരു നിലപാട്. മുൻപ് അവർക്കുണ്ടായിരുന്ന നിലപാടാണ് ഇന്നിപ്പോ പല ലോകരാജ്യങ്ങൾക്കും ഉള്ളത്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസമായി കത്തിക്കാളി നിന്നിരുന്ന ഒന്നാണ് ഗ്രീൻലാൻഡ് വരും. പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ ഗ്രീൻലാൻഡിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള ഒരു ദിവസത്തിലും ഈ നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും അല്ലാതെ വേറെ ആരും ഇതിൽ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. മിനിഞ്ഞാന്ന് ചൈന പറഞ്ഞു, ഞങ്ങളെയും റഷ്യയൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെ അതിനകത്തോട്ട് വലിച്ചിടരുത്, ഞങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പിടിച്ചെടുത്തു, അതിന് ഞങ്ങളുടെ പേര് ഉപയോഗിക്കരുത്, കാരണം ഞങ്ങൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പൊ ട്രംപ് പറയുന്നത് ചൈനയും റഷ്യയുടെയും വാർഷിപ്പുകൾ അടക്കം ഈ ഗ്രീൻലാൻഡിന് സമീപമുണ്ട്, അതുകൊണ്ട് ഞാൻ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളാരും അതിന്റെ ഏഴായത് ഞങ്ങളുടെ പേര് ഉപയോഗിക്കരുത് എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ റഷ്യയുടെ സർജിലി പറയുന്ന കാര്യം, ഈ പറയുന്ന ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെതല്ല, അതൊരു കോളനി പ്രദേശമാണ്, അത് അവിടെ താമസിക്കുന്നവരും അംഗീകരിക്കുന്ന പ്രദേശമാണ്. ഞങ്ങൾക്കത് പിടിച്ചെടുക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും അതിലില്ല. പക്ഷെ ആർട്ടിക് മേഖല, അതിനോട് ചേർന്ന് വരുന്ന ആർട്ടിക് മേഖലയിൽ ഞങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചില ഐഡിയകളുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യയുടെ നിലപാടും അതാണ്. ഇപ്പൊ ഗ്രീൻലാൻഡ് കൈ കിട്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് അത് എന്തായാലും അത് ഒറ്റയടിക്ക് എടുക്കുക എന്ന് പറഞ്ഞ ദുഷ്കരമായ ഒരു കാര്യമാണ്. അത് എടുക്കുക, ഓക്കെ. പക്ഷേ ഇതൊരു ആർട്ടിക് മേഖലയാണ്. ആ ആർട്ടിക് മേഖലയിൽ താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നോർവേയിൽ നമുക്ക് ഹിമാദ്രി എന്ന് പറഞ്ഞൊരു ഗവേഷണ കേന്ദ്രമുണ്ട്. നോർവേയും ഇപ്പൊ ട്രംപിന് എതിരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഗ്യാലറിയിലേക്ക് മാറിയിരിക്കുന്നു. അവർ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്, എങ്ങനെയാണ് ഈ വിഷയങ്ങളെ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ അതിലും തിരക്കിട്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 27-ാം തീയതി നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കരാർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഒപ്പുവെക്കാൻ പോകുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി വരുന്നു. മറ്റു ചില രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഡീല് നമ്മൾ ഉറപ്പിക്കുന്നു. അതിനിടയിൽ വീണ്ടും UAE-യുമായിട്ട് ഒരു ധാരണാപത്രത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു. നമ്മുടെ ബ്രഹ്മോസ് അടക്കം UAE വാങ്ങുന്ന ഒരു കരാറാണ് വരാൻ പോകുന്നത്. അങ്ങനെ തിരക്കിട്ടൊരു ഷെഡ്യൂളാണ് നമ്മുടെ. ഇതിനിടയ്ക്ക് നമ്മുടെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ വരുന്നു. റിപ്പബ്ലിക് ഡേക്ക് മുമ്പ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെല്ലാം ബിസിയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗ്രീൻലാൻഡ് എന്നൊരു വിഷയമല്ല, നേരെ മറിച്ച് നോർവേയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ചെറിയൊരു ഉത്കണ്ഠയും ആശങ്ക ഉണ്ടാകും. കാരണം നമ്മൾ അവിടെ പണം മുടക്കി ഹിമാദ്രി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. അത് റഷ്യയുടെ കൂടെ സഹായത്തിലാണ് നമ്മൾ ആ ഗവേഷണ കേന്ദ്രം നടന്നത്. ഇപ്പൊ ഇറാനെ കുറിച്ചുള്ള നമ്മുടെ ദുഃഖമുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അവിടെ, നമ്മുടെ പൈസ ഉണ്ട് അവിടെ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷമം. അല്ലാതെ ഇപ്പം അവിടുത്തെ പ്രക്ഷോഭം നടക്കുന്നുണ്ടോ ഒന്നും നമുക്ക് അത് അവരുടെ കാര്യമാണത്. ഇത് തന്നെയാണ് റഷ്യയും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ റഷ്യ വെച്ചിരിക്കുന്ന ഒരു വലിയ ചെക്കാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ ആർട്ടിക് സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ് ഈ ആർട്ടിക് മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു പാതയുണ്ട്. ഈ പാത ആരുടെ കൈവശമാണ്, അവർ രാജാവാകും. പക്ഷെ ഈ പാതയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ കുറവ് വരും ഇതിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിനെല്ലാം തന്നെ. പക്ഷെ ഇത് ഒരു രാജ്യം എടുക്കാൻ ആരും സമ്മതിക്കില്ല. അപ്പോൾ ഒരുപക്ഷെ ട്രംപ് അടക്കം മറ്റു രാജ്യങ്ങളുമായി നടത്തിയ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങൾ കൈവശപ്പെടുത്തുകയും ഈ റൂട്ട് വഴിയുള്ളത് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുകയും ചെയ്താൽ വമ്പൻ രാജ്യങ്ങളൊക്കെ അത് വീഴാനുള്ളതേ ഉള്ളൂ. കാരണം അവർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടിയാൽ പോരെ. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ കാര്യം ഈസി ആയിട്ട് നടന്നു കിട്ടി. ഇനി അങ്ങനെ ഒരു നീക്കമാണോ? ഇനി പുട്ടിന് കുറച്ചുകൂടി ഈസിയായി ഇപ്പോൾ ഉക്രൈൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അത് പിടിച്ചെടുക്കാനായിട്ട്. കാരണം ന്യായം ഒന്ന് തന്നെയാണല്ലോ, ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നാണല്ലോ പുടിൻ പറയുന്നത്. ചൈനയ്ക്കും കാര്യങ്ങൾ എളുപ്പമായി, തായ്വാൻ പിടിച്ചെടുക്കുന്ന എളുപ്പമായി.
ഇന്ത്യയെ സംബന്ധിച്ച് പാക് അധിനിവേശ കാശ്മീർ സ്വന്തമാക്കുന്നതിന് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെയാണത്. അതിന് പ്രത്യേകിച്ച് ഈ ഗ്രീൻലാൻഡ് പോലത്തെ ഒരു കാര്യമൊന്നും അല്ലത്, നമ്മുടെ പ്രദേശമാണ്. അത് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ധനുഷ് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഈ ചർച്ചയുടെ അവസാനവും എനിക്ക് പറയാനുള്ളത്. കാരണം അവരായി അവരുടെ പാടായി. അല്ലാതെ ഇപ്പം അമേരിക്ക ഇപ്പൊ എന്തെങ്കിലും ഇടപെടുമോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ പ്രശ്നം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ലോകരാജ്യങ്ങളുടെ ഒരു നിലപാടും നടപടിയും ഒക്കെ. അതല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ അതിലേക്ക് ഇടപെടേണ്ടതായ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ മറ്റൊരു വാർത്ത കേൾക്കുന്നത്, അതിനിടയിൽ ഡെൻമാർക്കിന്റെ പ്രതിനിധി ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അത് കരാറുമായി ബന്ധപ്പെട്ടിട്ടാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല. ഏതായാലും ഡെൻമാർക്കിന്റെ പ്രതിനിധി വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഈ പ്രശ്നകാരികളെല്ലാം ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ എത്തുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ വിശ്വഗുരു എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എന്തൊക്കെയോ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ രാജ്യങ്ങളും അതിന്റെ ഭരണാധികാരികളും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഈ ഇപ്പം ഗസയിൽ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് നടക്കുന്നതിനിടയിലും ഇടയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു വിളിക്കുന്നു, ട്രംപ് വിളിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം പോളണ്ടിന്റെ ഭരണാധികാരി ഇവിടെ വരുന്നു, UAE ഭരണാധികാരി 2 മണിക്കൂറത്തേക്ക് ഇവിടെ വരുന്നു, പെട്ടെന്നൊരു ചർച്ച നടത്തി അവർ മടങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഈ രാജ്യങ്ങളെല്ലാം പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അല്ലാതെ സമാധാനപ്രിയരായിട്ടോ സമാധാനത്തിലോ നിൽക്കുന്ന ഒരു രാജ്യവുമില്ല. എല്ലാവരും ഈ ടെൻഷനും കൊണ്ട് നടക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അവിടേക്ക് ഇപ്പൊ ഡെൻമാർക്കിന്റെ പ്രതിനിധിയും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഡെൻമാർക്ക് ഏറ്റവും വലിയ തീച്ചുളയിലാണ് നിൽക്കുന്നത്, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തെ ചൊല്ലി. അപ്പൊ അവരും വരുന്നുണ്ട്. അപ്പോ വിശ്വഗുരു ഒന്നും അല്ലെങ്കിലും ഇന്ത്യ എന്നൊരു രാജ്യത്തെ അവരെല്ലാം കണക്ക് കൂട്ടുന്നുണ്ട്. തങ്ങൾക്ക് ഒപ്പം നിൽക്കും, ഇല്ലെങ്കിൽ അവരുടെ നിലപാട് ഒരു എന്താണ് പറയുന്നത്, ഒരു വാല്യൂ അവർ നൽകുന്നത് കൊണ്ടാണ് അവരിവിടെ എത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്.